ഹായ്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെയും പോകാനുള്ള തിരക്കിലാണ് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് റോട്ടിൽ. അപ്പോൾ ഇന്ന് സൺഡേ അല്ല, സൺഡേ ആയിട്ട് പോകാമെന്ന് ഓർത്തിട്ട് അപ്പോൾ കുറേ നാളുണ്ട് ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരിക്കണം. ഇപ്പം അങ്ങ് ഒത്തു വന്നിട്ടാണ്. അപ്പോൾ അത് വൈക്കത്ത് ഉള്ള അമ്പലത്തിലാണ് കേട്ടോ, ഉദയനാപുരം എന്ന് പറയും. അവിടെ മുരുകൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അവിടെ പോകാമെന്ന് ഓർത്ത്. അപ്പോൾ 3 അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വർഷമായി ഇങ്ങനെ കാത്തിരിക്കണേ ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ചെന്ന് അവിടെ എല്ലാവരും തൊഴുതൊക്കെ ഇറങ്ങി കഴിപ്പിച്ചുകൊണ്ട് പ്രാവിനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രാവിൻ്റെ പുറകെ ഇങ്ങനെ അടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത അമ്പലം എന്ന് പറഞ്ഞാൽ വൈക്കത്തമ്പലം ഉണ്ട്. അപ്പോൾ അതാ വൈക്കത്തമ്പലത്തിലോട്ട് എത്തി. അവിടെ നല്ല ഭയങ്കര ഗ്രൗണ്ടൊക്കെയുള്ള ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാ വെയിലൊക്കെ തുടങ്ങിയിട്ടാണ്. 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ തുടങ്ങി. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ അവിടെയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റുമാനൂർ എന്ന് കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കര പൊരിഞ്ഞ വെയിലൊക്കെ ആയി. അവിടെ നല്ല തിരക്കുണ്ടോ, കല്യാണത്തിൻ്റെ ടൈമായിട്ട് ഒത്തിരി കല്യാണം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ ഷീറ്റൊക്കെ ഇങ്ങനെ കെട്ടിയേക്കണതുകൊണ്ട് നമുക്കധികം വെയിലൊന്നും കൊള്ളേണ്ടി വന്നില്ല. അപ്പോൾ ചുറ്റിനും ഇങ്ങനെ തൊഴുതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കുറേ പടികളൊക്കെ ഉണ്ടിട്ട് കയറാൻ. അപ്പോൾ പടികളൊക്കെ ഇറങ്ങിയും വേണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ ചോറിനാളെ സമയമൊക്കെ ആയിരുന്നു കേട്ടോ. 12 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നാൾ വന്നതാണ് ഇവിടെ. ഇന്നാൾ ഇതേപോലെ കഴിക്കാൻ വന്നതാണ്. ഇപ്പോൾ താഴെ ഷാപ്പ് പരിപാടിയുണ്ട്. ഷാപ്പിൻ്റെ സാധനങ്ങളും മേളിൽ ഫുഡാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് മുകളിലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നാടൻ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ കയറിയത്. അപ്പോൾ അത് ചെറിയ കൊഴുവ വറുത്തത്, പിന്നെ വരാൽ, കറുമുളകിട്ട കറി, പിന്നെ എല്ലാത്ത കറികളൊക്കെ ഉണ്ട് കേട്ടോ. ചമ്മന്തി തന്നെ പല സൈസ് ചമ്മന്തികളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ചോറിനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. നാച്ചുറൽ ഇത് കാട പൊരിച്ചേട്ടാ പൊരിച്ചുകൊണ്ട് കാട വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ കാടക്കറിയല്ല, കാട പൊരിച്ചതൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ കൂടി ചോറിനാണ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കപ്പ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് നളനുണ്ട്, നളൻ. അപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ആളാണ് കേട്ടോ. ടി വിയിലൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളിക്കാരന് നല്ല സ്നേഹമുള്ളൊക്കെ ആളാണ് കേട്ടോ. ഞങ്ങൾക്കൊന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്തു ഒത്തിരി നേരം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വീട് പണിയുന്ന സ്ഥലത്തും കൂടി കയറാമെന്ന് ഓർത്ത്. അപ്പോൾ അവിടെ തറയുടെ പണിയൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കയറി കാണാൻ വേണ്ടി കയറിയപ്പോൾ നല്ല മഴയെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ചാറ്റ മഴയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴ കൂടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിപ്പോൾ തറയിലൊക്കെ മണ്ണൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടായിരുന്നു, കല്ലിടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലിടലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തറയൊക്കെ കെട്ടിക്കഴിഞ്ഞ്. ഇനി മേൽപ്പൂട്ടൊക്കെ കെട്ടാൻ തുടങ്ങും ഇനിയിപ്പോൾ അടുത്ത് തന്നെ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് മഴ കൂടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ വേഗം പോകുന്നു. അങ്ങനെ ഞങ്ങളിതാ വീടെത്തി കഴിഞ്ഞ് ഇനി ഇന്നൊരു വൈകിട്ടത്തേക്കുള്ള ജോലിയാണ് കേട്ടോ. വൈകിട്ട് ശരിക്കും പോയാൽ ഞങ്ങൾക്ക് വൈകിട്ട് അതിനകത്തൊന്ന് ഭക്ഷണം കഴിച്ച് ഓടി ഒന്ന് കിടന്നാൽ മതി. അത് പറ്റില്ല. ഇനിയിപ്പോൾ വൈകിട്ടത്തേക്കുള്ള ചോറും കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയുള്ള കേട്ടോ. ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ.